മണിയൻകിണർ ഉന്നതിയിൽ വീടുകളുടെ പണികൾ പൂർത്തിയാകുന്നു. കുട്ടികൾ തൊഴുത്തിലുറങ്ങുന്നു എന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് പഞ്ചായത്ത് അംഗം സനിൽ വാണിയമ്പാറ. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ് മണിയൻകിണർ ഉന്നതിയിൽ വീടില്ലാത്തതിനാൽ കുട്ടികൾ സമീപത്തെ തൊഴുത്തിലുറങ്ങുന്നു എന്ന രീതിയിൽ പ്രചരിച്ച വാർത്ത അടിസ്ഥാനരഹിതമെന്ന് പഞ്ചായത്ത് അംഗം സനിൽ വാണിയമ്പാറ. വെള്ളിയാഴ്ച ഉന്നതിയിലെത്തിയാണ് സനിൽ ഇക്കാര്യം പറഞ്ഞത്. വാർഡ് മെമ്പർ സനിൽ വാണിയമ്പാറ, ഫുഡ് കമ്മീഷൻ ഓഫീസർ, ട്രൈബൽ ഓഫീസർ, വിഇഒ തുടങ്ങിയവരാണ് വിശദീകരണം നൽകിയത്. വീടില്ല എന്ന തരത്തിൽ വാർത്ത പ്രചരിച്ച പ്രീതി ബിജു ദമ്പതികൾക്ക് നിലവിൽ ലൈഫ് പദ്ധതി പ്രകാരം വീട് നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. മെയിൻ വാർക്ക കഴിഞ്ഞ വീടിന്റെ ഉള്ളിലെ പണികളാണ് നിലവിൽ നടക്കുന്നത്. വീട് നിർമ്മാണം ആരംഭിച്ച സമയത്ത് താൽക്കാലികമായി നിർമ്മിച്ച ഷെഡിൽ കുട്ടികൾ കളിക്കുന്ന വാർത്തയാണ് വീടില്ലാത്ത തൊഴുത്തിൽ താമസിക്കുന്നു എന്ന രീതിയിൽ പ്രചരിച്ചത്. ലൈഫ് പദ്ധതി പ്രകാരം ഉന്നതിയിൽ അനുവദിക്കപ്പെട്ട മുഴുവൻ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാവുകയോ നിർമ്മാണം അന്തിമഘട്ടത്തിൽ എത്തുകയോ ചെയ്തിട്ടുണ്ട്. വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ഉന്നതി നിവാസികളും സാക്ഷ്യപ്പെടുത്തി. ഉന്നതിയിൽ പണം നൽകിയിട്ടും പ്രത്യേക സാഹചര്യം കാരണം 3 കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിക്കാൻ കഴിയാതിരുന്നത്. എന്നാൽ ഇവരെ അടുത്ത തവണ വീണ്ടും പരിഗണിക്കുമെന്ന് സനിൽ വാണിയമ്പാറ അറിയിച്ചു. ഇന്നിപ്പോൾ മണിയൻകിണർ നമ്മൾ വീണ്ടും ഇങ്ങനെ വന്ന് നിൽക്കാനുള്ള ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വീണ്ടും കുട്ടികളുടെ ഉൾപ്പെടെ ഇവിടെ മുമ്പുണ്ടായിരുന്ന ഷെഡുകളുടെ ഉൾപ്പെടെ ഫോട്ടോ വെച്ചുകൊണ്ട് വീട് നിർമ്മാണങ്ങളൊന്നും നടക്കാതെ പാതി വഴിയിൽ വീണ്ടും മണിയൻകിണറിലെ അവിടെ ജീവിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന കേലേറ്റ് ന്യൂസും ഉൾപ്പെടെ നമ്മൾ കഴിഞ്ഞ ഇതേപോലെ ഒരു വാർത്ത വന്ന സമയത്ത് ഒരു 4-5 മാസം മുമ്പ് വന്ന് പരിശോധിക്കുകയും അന്നുണ്ടായിരുന്ന ചില പോരായ്മകൾ കോൺട്രാക്ടർ ഉൾപ്പെടെ പണി ചെയ്യാൻ വരാതെ ഇട്ടിട്ട് പോകുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അത് അന്വേഷണത്തെ തുടർന്ന് അദ്ദേഹത്തിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് 28 ദിവസം ആശുപത്രിയിലായതുകൊണ്ട് ആണ് എന്നുള്ളതാണ് അന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. അതുമായി ബന്ധപ്പെട്ട് അന്ന് വന്ന വാർത്തകളുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു അങ്ങനെ ഒരു അന്വേഷണവും കാര്യങ്ങളും നടത്തിയതും. അന്ന് കൃത്യമായി അതിന് ഇടപെട്ടുകൊണ്ട് കോൺട്രാക്ടർ തിരിച്ചു വന്ന് പണികൾ ആരംഭിക്കുന്ന സ്ഥിതി ഉണ്ടായി. അന്നത്തെ കോൺട്രാക്ടർ വീണ്ടും തിരിച്ചു വന്ന് പണികൾ ആരംഭിക്കുന്ന സമയത്ത് ബാലൻസ് ഉണ്ടായിരുന്ന പൈസകളുടെ എല്ലാം പണി തീർത്തുകൊണ്ടാണ് ഇപ്പോൾ പോയിട്ടുള്ളത് എന്നാണ് കോൺട്രാക്ടറെ നേരിട്ട് പോയി പറഞ്ഞപ്പോൾ മനസ്സിലായത്. എന്നാൽ കുറച്ച് പണികൾ കൂടെ ഒരു മൂപ്പൻ കുട്ടേട്ടൻ്റെ ഉൾപ്പെടെ വീടുകളുടെ പണികൾ, ഒരു ബാത്റൂമിൻ്റെ പണി പൂർത്തിയാക്കാനുണ്ട്, അതിലെ ഡോറുകൾ വെക്കാനുണ്ട്, ഫ്രണ്ട് ഒന്ന് വൈറ്റ് വാഷ് ചെയ്യാനുണ്ട്. അത്രയും പണികൾ കൂടെ പൂർത്തിയാക്കിയാൽ ബാലൻസ് കൊടുക്കാനുള്ള ഏകദേശം 60,000 രൂപയുടെ അടുത്ത് കൊടുക്കാനുള്ളത് തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അത് പൈസ പണി കഴിഞ്ഞതും മേടിച്ചു കൊടുക്കാമെന്ന് കോൺട്രാക്ടർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഉറപ്പിന്മേൽ കോൺട്രാക്ടർ വീണ്ടും ആ പണികൾ തുടങ്ങാമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കോൺട്രാക്ടറെ വിളിച്ചിട്ടാണ് വന്നത്. അദ്ദേഹം എളനാട് ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ കാലത്ത് 8:30 ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചുമതല ഈ ഊരുമായി ബന്ധപ്പെട്ട് വഹിക്കുന്ന വിജയേട്ടൻ ഇവിടെയുണ്ട്. നാളെ വിജയേട്ടനും ഇവിടുത്തെ ഒരു മൂപ്പൻ കുട്ടേട്ടനും ബന്ധപ്പെട്ട ഊരിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആളുകളും ഉൾപ്പെടെ നാളെ ഇവിടെ പങ്കെടുത്തുകൊണ്ട് ആ കോൺട്രാക്ടർ പൈസ ഏതെങ്കിലും തരത്തിൽ ഇനി കിട്ടാനുണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ മേടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവും. പൈസയുടെ പേരിൽ ഒരു പണി ഇനി പെൻഡിങ് നിർത്തേണ്ട എന്നുള്ളത് കോൺട്രാക്ടർ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എടുത്തിട്ടുള്ള ഇനി 2 വീടും കൂടെയാണ് ആകെ ബാക്കിയുള്ളത്. ഒന്ന് കുട്ടേട്ടൻ്റെയും ഒന്ന് നമ്മുടെ തൊട്ട് പുറകിൽ നിൽക്കുന്ന പ്രീതി ബിജു എന്ന് പറഞ്ഞ നമ്മുടെ തൊട്ട് പുറകിൽ നിൽക്കുന്ന പ്രീതി ബിജുവിൻ്റെ വീട്. ആ വീടും കൂടെ ഇതേ കോൺട്രാക്ടർ സുന്ദരൻ എന്ന് പറഞ്ഞ ആൾ എടുത്ത് പണി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് ഇട്ടിട്ട് പോയിട്ടുള്ളതല്ല, ഇത് തട്ട് പൊളിച്ച് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇനി അതിൻ്റെ നിലം കോൺക്രീറ്റ് ചെയ്യുന്ന പണിയിലേക്ക് കിടക്കാൻ പോവാണ്. ബാക്കിൽ നമ്മുടെ കക്കൂസ് കുഴി എടുത്തിട്ടിട്ടുണ്ട്. അതിലേക്കുള്ള കല്ല് കെട്ടുന്നതിന് വേണ്ട കല്ല് ഇവിടെ എത്തിക്കേണ്ടതുണ്ട്. അവർക്ക് കൊടുത്ത പൈസയുടെ ഒരു ബാലൻസും കൂടെ ഇനി കൊടുക്കാനുണ്ട് എന്നുള്ളതാണ് കോൺട്രാക്ടർ പറഞ്ഞത്. അത് വിഒയുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ 5,40,000 രൂപ ഇവർക്ക് നിലവിൽ കൈമാറിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതിൽ കോൺട്രാക്ടർക്ക് അത്രയും പൈസ ഇവിടെ നിന്ന് കൈമാറിയിട്ടില്ല. ആ പൈസയുടെ കുറവുണ്ട്. ആ പൈസ വീട്ടുകാരോട് സംസാരിച്ചിട്ടുണ്ട്. അത് ഘട്ടം ഘട്ടമായിട്ട് പണിയുന്നതിനനുസരിച്ച് കൊടുത്താൽ ആ പണിയും എത്രയും വേഗം തന്നെ പൂർത്തിയാക്കി നമുക്ക് കഴിയാൻ സാധിക്കും. അതേപോലെ തന്നെ വലിയൊരു വാർത്ത വന്നായിരുന്നു നമ്മുടെ ഓമനാകൃഷ്ണൻ കുട്ടികൾ ഉൾപ്പെടെ തൊഴുത്തിലാണ് ഒരു ഷെഡ് വെച്ച് കിടക്കുന്നത് എന്നുള്ള വാർത്ത മുമ്പുണ്ടായിരുന്നു. അത് ആ വീട് പണിയുന്ന സമയത്ത് മുൻകാലത്ത് കെട്ടിയ ഒരു അടച്ചുറപ്പുള്ള ഒരു സംവിധാനത്തിലായിരുന്നു അവർ കിടന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു ഷെഡ് വലിച്ചു കെട്ടി സൈഡ് എന്നാൽ ചുമരോട് കൂടിയിട്ടുള്ള ഒരു ചെറിയ സ്ഥലത്ത് ഷെഡ് വലിച്ചു കെട്ടിയിട്ടാണ് അവർ കിടന്നിരുന്നത്. എന്നാൽ അവരുടെ വീട് പണി പൈസ അന്ന് ഫണ്ട് വരാത്തതുകൊണ്ട് നിന്ന് പോയതായിരുന്നു. ആ പൈസ കഴിഞ്ഞ പ്രാവശ്യം ഒരു 4 ആഴ്ച മുമ്പ്
1,00,000 രൂപയും കൂടെ അവർക്ക് കൊടുത്ത് അവർക്കിപ്പോൾ മൊത്തം 3,90,000 രൂപ നമ്മൾ കൈമാറിയിട്ടുണ്ട്. അത് ആ പൈസ വരെ എത്തിച്ചുകൊണ്ട് കൃത്യമായി തന്നെ അതിൻ്റെ മെയിൻ വാർപ്പ് ഉൾപ്പെടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഗഡു ഈ ഓണത്തിന് മുമ്പ് അല്ലെങ്കിൽ ഓണത്തിൻ്റെ ഒരു മുടക്ക് കഴിയുന്നതിനനുസരിച്ച് അടുത്ത ഗഡു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പണികളും കൂടെ ആ യഥാവിധി നടന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് കൂടെ പറയാനുള്ളത്. ഇവിടെ പണിതുകൊണ്ടിരിക്കുന്ന വീടുകളെല്ലാം കൃത്യമായ ആ തരത്തിൽ തന്നെ പണികൾ പൂർത്തീകരിക്കുന്നുണ്ട്. വാർത്തകൾക്ക് വേണ്ടി ഏതെങ്കിലും മാധ്യമങ്ങൾ ഒരു ഉന്നതിയെ കൂട്ടുചേർത്ത് അവിടുത്തെ ഒന്നും അറിയാതെ സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടികളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദൃശ്യങ്ങൾ ഉൾപ്പെടെ അവരുടെ പകർത്തിക്കൊണ്ട് വാർത്തകൾ കൊടുക്കുമ്പോൾ ഈ ഊരിൽ താമസിക്കുന്നവരും ഇവിടെ ഏറ്റവും അന്തസ്സോടുകൂടിയും അഭിമാനത്തോടു കൂടിയും താമസിക്കുന്നവരാണ് എന്നുള്ളൊരു ബോധ്യം വാർത്തകൾ കൊടുക്കുന്നവർക്ക് കൂടി ഉണ്ടാവണം. അവർക്കും ആത്മാഭിമാനമുണ്ട്. അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിലേക്കുള്ള വാർത്തകൾ ആര് കൊടുത്താലും അത് ഒഴിവാക്കണം എന്നുള്ളതാണ് ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ഒരു മെമ്പർ എന്നുള്ള നിലയിൽ അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാ വീടിൻ്റെയും പണികൾ പൂർത്തീകരണത്തിലാണ്. ഇപ്പോൾ നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഒരു പുതിയ വീടിൻ്റെ കൂടി നമ്മുടെ വിനീത് ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള വിനീതിൻ്റെ വീട് എഗ്രിമെൻ്റ് വെക്കാൻ പോവുകയാണ്. എഗ്രിമെൻ്റ് വെച്ച് കഴിഞ്ഞാൽ ആ വീടിൻ്റെ പണി തുടങ്ങാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ പ്രശ്നമില്ല എന്ന് പറയുന്നില്ല. ഇവിടെ വിഷ്ണു, അതേമാതിരി കമലൻ ചന്ദ്രൻ, പിന്നെ ഒരാളുടെ വീട് അപ്പു, ഈ 3 പേരുടെ വീട് 2005 കാലഘട്ടത്തിൽ കിട്ടിയിട്ടുള്ളതാണ്. ആ കാലഘട്ടത്തിൽ കിട്ടിയിട്ടുള്ളത് അന്ന് 75,000 രൂപയ്ക്ക് വന്നിട്ടുള്ള വീടുകളാണ്. അതിൻ്റേതായിട്ടുള്ള ബലക്കുറവുകൾ ആ വീടിന് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കളക്ടറും തഹസിൽദാരും വില്ലേജ് ഓഫീസറും ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവന്ന് TO ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവന്ന് അത് കാണിച്ചു കൊടുത്തു. നല്ല മഴ പെയ്തപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ സ്ലാബ് ഒന്ന് ചില ഭാഗങ്ങൾ പൊട്ടി വീഴുന്ന സ്ഥിതി ഉണ്ടായി, കമ്പി കാണുന്ന സ്ഥിതി ഉണ്ടായി. അങ്ങനെ നല്ല മഴ പെയ്യുമ്പോൾ അവരെ നമ്മൾ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിക്കിടത്തുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച പുതുക്കാടുള്ള നമ്മുടെ ട്രൈബൽ ഓഫീസിൽ ഈ പ്രദേശത്തെ പ്രൊമോട്ടറെ ഉൾപ്പെടെ വിളിച്ചു വരുത്തിക്കൊണ്ടൊരു യോഗം ചേർന്നിട്ടുണ്ട്. ആ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്രയും അടിയന്തരമായിട്ട് റിപ്പയർ ചെയ്യേണ്ട വീടുകൾക്ക് 2,00,000 രൂപ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊടുത്ത് ഏറ്റവും വേഗത്തിൽ അത് നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷകൾ അവർ തന്നെ പോകണമെന്നില്ല, ഇവിടുത്തെ പ്രൊമോട്ടർ അവരുടെ അപേക്ഷകൾ സ്വീകരിച്ച് അവർക്ക് ആവശ്യമായുള്ള സർട്ടിഫിക്കറ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അടിയന്തര സാഹചര്യത്തിൽ ഒരു വീടിന് 2,00,000 രൂപ വീതം കൊടുക്കുന്നൊരു പ്രവർത്തനം കൂടെ ഇപ്പോൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്.